നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. വെനിസ്വേലയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്നു എന്നാരോപിച്ച് റഷ്യൻ കൊടി പറപ്പിച്ചിരുന്ന കപ്പൽ അമേരിക്ക ആക്രമിച്ചത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നു. ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾക്ക് വലിയ വില US നൽകേണ്ടി വരുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് നേടി തിരിച്ചു വരാനുള്ള മിഷൻ 110 പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ 3 മണിക്കൂർ മന്ത്രിമാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. സർക്കാർ വിഷയങ്ങൾക്കൊപ്പം രാഷ്ട്രീയ പ്രശ്നങ്ങളിലും മന്ത്രിമാർ കൂട്ടത്തോടെ രംഗത്തിറങ്ങാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ലോകത്ത് എവിടെ വായന മരിച്ചാലും കേരളത്തിൽ അത് സംഭവിക്കില്ലെന്ന് ഉറപ്പുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പ് ഇന്നലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ ലോക്സഭാ ഫലം പോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF നേടുമെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ പറഞ്ഞു. ശ്രദ്ധിക്കേണ്ടത് സ്വയം തോൽക്കാതിരിക്കാനാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ തലവനായിരുന്നു ഇദ്ദേഹം. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിവാദമായത്. കഴിഞ്ഞ 35 വർഷം CPMൽ സജീവമായിരുന്ന ചാനലുകളിൽ നിറഞ്ഞുനിന്ന ഇടതു നിരീക്ഷകൻ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ റെജി ലൂക്കോസിനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ചാനൽ ചർച്ചകളിൽ CPMന്റെ കരുത്തുറ്റ പോരാളിയായിരുന്നു റെജി ലൂക്കോസ്. ദ്രവിച്ച ആശയങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും CPMന്റെ രീതികൾ ശരിയല്ല എന്നും റെജി ലൂക്കോസ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവാദ ബിസിനസ്സുകാരൻ D മണിക്ക് പങ്കില്ലെന്ന് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. മണിയുടെ കേരള യാത്രയും കൊള്ളയും തമ്മിൽ ബന്ധമില്ലെന്നാണ് SITയുടെ കണ്ടെത്തൽ. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 81-21-51-6829. മറ്റൊരു നമ്പർ 9074746363. MLA ആയി കാലാവധി തികയ്ക്കാൻ 5 മാസം മാത്രം ശേഷിക്കുമ്പോൾ VK പ്രശാന്ത് MLA മരുതൻകുഴിയിലുള്ള ഒരു വീട്ടിലേക്ക് തന്റെ ഓഫീസ് മാറ്റി. പുതിയ വീടിന് 15,000 രൂപയാണ് വാടകയെന്നാണ് വിവരം. കൗൺസിലർ ശ്രീലേഖ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടത് വിവാദമായിരുന്നു. ശബരിമലയിൽ വീണ്ടും തിരക്കേറി. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. പരിശോധനകൾ ശക്തമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശക്തമാക്കണമെന്ന് ജീവനം ക്യാൻസർ സൊസൈറ്റി ആവശ്യപ്പെട്ടു. ക്യാൻസർ പെൻഷൻ വർദ്ധിപ്പിക്കുക, ചികിത്സ സൗജന്യമാക്കുക, മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ക്യാമ്പയിൻ നടത്തുമെന്ന് ഭാരവാഹികളായ ജോജി മാത്യു ജോർജ്, ബിജു തുണ്ടിൽ, സന്തോഷ് കുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന CISF സബ് ഇൻസ്പെക്ടറെ ഇന്നലെ മുംബൈ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. ഇയാൾ മുംബൈയിൽ ജോലി നോക്കുമ്പോൾ സഹപ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാതാവ് ഡാനി എന്ന ധനീഷ് ധർമ്മനെ പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 800 രൂപ ചെലവിൽ ഇയാൾ നിർമ്മിക്കുന്ന വ്യാജ ഡിഗ്രി PhD സർട്ടിഫിക്കറ്റിന് 1.5 ലക്ഷം രൂപ വരെ ആവശ്യക്കാരിൽ നിന്നും ഈടാക്കിയിരുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.